തന്നെ മോചിപ്പിക്കാനായി വേണ്ടത് ചെയ്യണം എന്ന് യമനിൽ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിൽ വിവരങ്ങളുമായി സിജു തത്സമയം ചേർന്നത്. സിജു, എങ്ങനെയാണ്? വീഡിയോ സന്ദേശമാണോ? ഏത് രീതിയിലാണ് ഇപ്പോൾ സന്ദേശം പുതുതായി വന്നിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്? സൗമ്യ, ഫാദർ ടോം ഉഴുന്നാലിന്റെ ആയ ഒരു വീഡിയോ സന്ദേശമാണ്, യൂട്യൂബ് വഴിയുള്ള ഒരു വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്നെ രക്ഷിക്കാൻ, തന്റെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ക്രിസ്തീയ സഭകളും മാർപ്പാപ്പ ഉൾപ്പെടെ ഇടപെടണം എന്നാണ് ഇപ്പോൾ ടോം ഉഴുന്നാലിൽ വീഡിയോ സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താൻ യൂറോപ്പിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഗതി വരില്ല, ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമാണ് ഈ ഗതി വന്നിരിക്കുന്നത്. തന്റെ ആരോഗ്യം ഇപ്പോൾ ക്ഷയിച്ചിരിക്കുന്നു, തന്റെ മാനസിക അവസ്ഥ ഇപ്പോൾ വളരെ ക്ഷയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം, തന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഫാദർ ടോം ഉഴുന്നാലിൽ വീഡിയോ സന്ദേശം അയച്ചിരിക്കുകയാണ്. യൂട്യൂബിലാണ് ഈ സന്ദേശം പ്രചരിച്ചത്. ഏതായാലും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇത് വലിയ വാർത്തയാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം ഈ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഏകദേശം 1 വർഷത്തോളം ആകാൻ പോകുന്നു. പക്ഷേ സൗദി അറേബ്യയിലും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രങ്ങളിലടക്കം മലയാളികളും മറ്റ് രാജ്യക്കാരും അപകടത്തിൽപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തു. പക്ഷേ ഒരു ക്രിസ്തീയ വൈദികൻ, ഒരു പുരോഹിതൻ 1 വർഷത്തോളമായി ഇപ്പോൾ ആ യമനിൽ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയി തടവിലായിരിക്കുന്നു. നേരത്തെ തന്നെ ഈ ടോം ഉഴുന്നാലിനെ ആക്രമിക്കുന്ന അടക്കമുള്ള വിഷ്വലുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ടോം ഉഴുന്നാലിന്റെ സ്ഥിതി, ടോം ഉഴുന്നാൽ വളരെ സുരക്ഷിതനാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടെത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കറിയാം, ഏറെക്കുറെ അതായത് സൗദി അറേബ്യയിലടക്കം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ സൗദിയിൽ തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി VK സിംഗ് അടക്കം അവിടെ ചെന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും മാത്രമല്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ളവർ അവിടെ ഇടപെടുകയും ആ തൊഴിലാളികൾ അടക്കം മോചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ ടോം ഉഴുന്നാലിന്റെ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു ശ്രമവും, അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിനുള്ള ഒരു ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ ആ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. മാർപ്പാപ്പയും ക്രൈസ്തവ സഭയും മോചനത്തിനായി ഇടപെടണം. യൂറോപ്പിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. തൻ്റെ ആരോഗ്യസ്ഥിതിയും അതോടൊപ്പം തന്നെ മാനസികമായ അവസ്ഥ, ഈ അവസ്ഥയിൽ താൻ വളരെയേറെ ദുഃഖിതനും നിരാശനുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം സ്വാഭാവികമായി തന്നെ ചിന്തിച്ചാൽ അറിയാം, 1 വർഷത്തോളമായി തടങ്കലിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ, താൻ ഈ അവസ്ഥയിൽ താൻ ഏറെ നിരാശനും ദുഃഖിതനുമാണെന്നാണ് ഫാദർ ടോം ഉഴുന്നാൽ പറഞ്ഞിരിക്കുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ. കാരണം ഒരുപക്ഷെ ഒരു യൂറോപ്പിലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥ വരുന്നില്ല. ഇന്ത്യക്കാരനായതുകൊണ്ടാണ് ഈ അവസ്ഥ തനിക്കുണ്ടായതെന്നാണ് ഫാദർ ടോം ഉഴുന്നാൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയധികം അയൽ രാജ്യങ്ങളിൽ പോലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കം ഇടപെട്ടുകൊണ്ട് തൊഴിലാളികളെ മോചിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇത്രയധികം, അതായത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ ഒരു ക്രൈസ്തവ പുരോഹിതന്റെ അവസ്ഥ എന്തുകൊണ്ട് ഇങ്ങനെ നിരാകരിക്കപ്പെട്ടു എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഏതായാലും കേന്ദ്ര സർക്കാരിന് നാണക്കേടായ ഒരു വസ്തുത തന്നെയാണ്. കാരണം 1 വർഷത്തോളമാകുന്നു ഫാദർ ടോം ഉഴുന്നാൽ എന്ന് പറയുന്ന വൈദികൻ, മലയാളി വൈദികൻ ഈ IS ഭീകരരുടെ പിടിയിൽ അകപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിനുള്ള യാതൊരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരുപക്ഷെ നമുക്കറിയാം, പല ഘട്ടങ്ങളിലും അദ്ദേഹം മരിച്ചു എന്ന തരത്തിൽ പോലും വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന് കാര്യമായ പീഡനങ്ങൾ, ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന പല വീഡിയോകളിലും അല്ലെങ്കിൽ ഇതിനു മുൻപ് അദ്ദേഹം പുറത്തുവിട്ടുള്ള പല ദൃശ്യങ്ങളിലും ഒക്കെ തന്നെയും വ്യക്തമാകുന്നതായിരുന്നു. ഈ ഒരു ഘട്ടത്തിലും പല തവണയും പല സാംസ്കാരിക നേതാക്കളായാലും കേരളത്തിൽ നിന്ന് പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണോ ഇപ്പോൾ ഈ ഒരു സന്ദേശം? പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഈ വീഡിയോ സന്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാർ തുടരുന്ന നിരുത്തരവാദപരവും നിസ്സംഗപരവുമായ നിലപാട് തന്നെയാണ് ഫാദർ ടോം ഉഴുന്നാലിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏകദേശം ഒരു 4 മാസത്തിന് മുമ്പ് ഇത്തരത്തിൽ ഒരു സന്ദേശം ഫാദർ ടോം ഉഴുന്നാലിന്റെ അതായി വന്നിരുന്നു. അന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി സുഷമ സ്വരാജ് അടക്കം പറഞ്ഞിരുന്നത് ഉഴുന്നാലിനെ മോചിപ്പിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കുമെന്നാണ്. പക്ഷേ മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ ഒന്ന് കുറഞ്ഞ ഒരു സമയത്തായിരിക്കാം ഒരുപക്ഷെ ഫാദർ ടോം ഉഴുന്നാലിൽ വീണ്ടും ഈ ഒരു ദുരവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്. ടോം ഉഴുന്നാലിൽ തന്നെ ഇന്ന് വീഡിയോ സന്ദേശം ഇത് എങ്ങനെ പുറത്തു വന്നു എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. ഏതായാലും അതിന്റെ ആധികാരികതയെ സംബന്ധിച്ചൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഏതായാലും ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ടോം ഉഴുന്നാലിൽ, അതായത് ദീക്ഷ വളർത്തിയ ടോം ഉഴുന്നാലിൽ കൈകൾ നെഞ്ചത്ത് അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ രക്ഷിക്കണമെന്ന തരത്തിൽ
ഇത്തരത്തിൽ ഇരിക്കുന്ന ഒരു വീഡിയോ വന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവൻ അപകടത്തിലാണ്. അതിന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ ക്രിസ്തീയ സഭകളുടെയും അതോടൊപ്പം തന്നെ മാർപ്പാപ്പ അടക്കം ഇടപെടണം. ഇതിനകത്ത് പരിശോധിക്കേണ്ട ഒരു വസ്തുത, ക്രൈസ്തവ സഭകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് നമുക്കൊരുപക്ഷെ സൗമ്യ ഇത്തരത്തിൽ ടോം ഉഴുന്നാലിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്പസമയത്തിന് നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം വീഡിയോ സന്ദേശത്തിലൂടെ യൂട്യൂബ് വഴി വന്ന വീഡിയോ സന്ദേശത്തിലാണ് ഫാദർ ടോം ഉഴുന്നാലിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജീവൻ രക്ഷിക്കണം, തൻ്റെ ജീവൻ രക്ഷിച്ചില്ലെങ്കിൽ താൻ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, മോചിപ്പിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാരിനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്തീയ സഭകളോടും അതോടൊപ്പം മാർപ്പാപ്പയോടും അദ്ദേഹം കേണപേക്ഷിക്കുകയാണ്. ഇന്ത്യക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു Because I was working for the Christian religion in the church, I was kidnapped in the month of March. Several months have gone by and my captors have made many contacts with the government of India to get me released. Dear and Honorable President and Prime Minister of India, I am very sad that nothing has been done seriously in my regard. Reports have been in the news that everything is being done to get me released quickly, but in reality nothing seemed to have happened. I am very sad and depressed. I request also my fellow Christians in India, the bishops and priests, to do their might to help me get released and thus to save my life. My dear fellow Christian people, I, as the priest, work in Yemen and was kidnapped. Nothing has been done by Pope Francis nor by the Bishop of Abu Dhabi to get me released, in spite of contacts being made by my captors. I am sad that this is the situation. If I were a European priest, I would have been taken more seriously by authorities and people and would have got me released. I am from India and therefore I perhaps am not considered as of much value. I am sad about this. I know that there was a French woman by name Noran, a press reporter who was kidnapped in Sana'a some time back and is today free because she is from France. I am from India and not considered. Dear people, I pray you all, ask you all, beg you all to do your might to help me to save my life. Dear Pope Francis, dear Holy Father, as a father, please take care of my life. I request also the other bishops all over the world to come to my help to save my life. I am very much depressed. My health is deteriorating. I may need hospitalization soon. Please come to my help quickly. I request
also my fellow human beings of different governments to ഫാദർ ടോം ഉഴുന്നാലിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സിജു, ഒരുപക്ഷെ വളരെ നിസ്സഹായനായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അമിത വികാരങ്ങളൊന്നുമില്ല, കാരണം എല്ലാ പ്രതീക്ഷയും മറ്റതുപോലെയാണ്. അതായത് ഞാനൊരു യൂറോപ്യൻ പ്രീസ്റ്റ് ആയിരുന്നെങ്കിൽ ഇതിനു മുൻപേ എന്റെ മോചനം സാധ്യമായേനേം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത്. വളരെ നിസ്സഹായതയോടുകൂടിയുള്ള വാക്കുകൾ. സൗമ്യ, അതായത് ഈ വർഷം മാർച്ച് 4-നാണ് ഫാദർ ടോം ഉഴുന്നാലിനെ യമനിൽ വെച്ച്, യമൻ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സംഘടനയുടെ അവരുടെ ആസ്ഥാനത്ത്, യമനിലെ ഏഡൻ എന്ന് പറയുന്ന ആസ്ഥാനത്ത് നിന്ന് ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ 16 പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു, ചില കന്യാസ്ത്രീകളടക്കം കൊല്ലപ്പെട്ടിരുന്നു. അന്ന് മാർച്ച് 4 മുതൽ ഏകദേശം ഇപ്പോൾ ഒരു 8 മാസം പിന്നിട്ട് കഴിഞ്ഞിട്ട് പോലും ഫാദർ ടോം ഉഴുന്നാലിനെ രക്ഷിക്കാൻ യാതൊരു വിധത്തിലുള്ള ശ്രമങ്ങളും ഉണ്ടായില്ല. അതിന്റെ നിരാശ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതായത് അദ്ദേഹം പറയുന്നത് കാര്യം ഇതാണ്: പ്രസിഡന്റിനും ഇന്ത്യൻ രാഷ്ട്രപതിക്കും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ പോപ്പ്, അതോടൊപ്പം ഫെലോ മറ്റ് ക്രിസ്ത്യൻ സഭകൾ, ഈ സഭകളോടെല്ലാം ആവശ്യപ്പെടുകയാണ്, എൻ്റെ ജീവൻ അപകടത്തിലാണ്. ഞാൻ ഒരുപക്ഷെ യൂറോപ്പിൽ ജനിച്ചിരുന്ന ഒരാളായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇതാകുമായിരുന്നില്ല എന്ന് വളരെ കേണു പറയുന്നു. ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവസ്ഥ തനിക്കുണ്ടായത്. അതുകൊണ്ട് എല്ലാവരും ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ കഴിയുമോ അങ്ങനെ ഇടപെടൽ നടത്തി എൻ്റെ ജീവൻ രക്ഷിക്കണം. ഈ അവസ്ഥയിൽ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, എൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥ, കാരണം ആരും രക്ഷിക്കാനുള്ള എത്തിയിരിക്കുന്ന ഒരവസ്ഥ എന്നെ വളരെ നിരാശനും ദുഃഖിതനുമാക്കുന്നു എന്നാണ് ഫാദർ ടോം ഉഴുന്നാലിൽ പറഞ്ഞത്. വളരെ വ്യക്തമാണ്. മാർച്ച് 4 മുതൽ 8 മാസക്കാലം പിന്നിട്ടിട്ടും ഒരു കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലൊരു ഇടപെടൽ, പാകിസ്ഥാൻ അടക്കം ഒരു വിഷയമുണ്ടായാൽ, സൗദി അറേബ്യയിൽ ഒരു വിഷയമുണ്ടായാൽ അവിടെ ചെന്ന് ഇടപെടാൻ കഴിയുന്ന, അവിടെ വീമ്പിളക്കി ഇടപെടുന്ന കേന്ദ്ര സർക്കാർ, പക്ഷേ ഒരു വൈദികന്റെ വിഷയത്തിൽ, ഒരു ക്രിസ്തീയ പുരോഹിതന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത് തികച്ചും കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ മത മേധാവിത്വത്തോടു കൂടിയുള്ള ഒരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കാരണം തന്നെ രക്ഷിക്കാൻ ഇവിടെ ആർക്കും, ഒരുപക്ഷെ യൂറോപ്പിൽ അവിടെ തന്നെ ഒരു വിവേചനം രൂപപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാകുന്നത്. ഒരുപക്ഷെ യൂറോപ്പിൽ നിന്നുള്ള ഒരു പുരോഹിതനായിരുന്നു താനെങ്കിൽ തന്നെ എന്നെ രക്ഷപ്പെടുത്തുമായിരുന്നു, തന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നില്ല. ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോകുന്നത്, തന്റെ ജീവൻ വളരെ അപകടത്തിലാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്നാണ് അദ്ദേഹം കേണ് യാചിക്കുന്നത്. മാർച്ച് 4 തിരികെ എത്താം. ഫാദർ പോൾ തേലക്കാട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ഫാദർ, നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോഴെല്ലാം തന്നെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, ഇടപെടലുകൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും അത് സാധിച്ചിട്ടില്ല. ഇത്രയേറെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ തടവിലാക്കപ്പെട്ടിട്ട്. അങ്ങേയറ്റം നിസ്സഹായനായാണ് ഇന്നിപ്പോൾ ഫാദർ ടോം ഉഴുന്നാൽ ഈ ദൃശ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. താനൊരു യൂറോപ്യൻ പ്രീസ്റ്റ് ആയിരുന്നുവെങ്കിൽ തന്റെ മോചനം എന്നേ സാധ്യമാകുമായിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ വേദനയോടെ അല്ലാതെ ഈ കാര്യങ്ങൾ കേൾക്കാനാകുമോ? തീർച്ചയായിട്ടും വളരെ വേദനയോടെയും സങ്കടത്തോടെയും മാത്രമേ അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ വളരെ വീക്കായ, ബലഹീനമായ, ആരോഗ്യം നശിച്ച ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. വളരെയേറെ വേദനാജനകമായ ശബ്ദമാണത്. അത് നമ്മൾ ഗൗരവമായി എടുക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ജീവനാണ് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടത്. അത് വില കൊടുക്കുകയും അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്യാനായിട്ട് സഭയ്ക്ക്, അദ്ദേഹത്തിന്റെ സന്യാസ സമൂഹമായി സലേഷ്യൻ സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കും ഭാരത ഗവൺമെന്റിനും ഒരു പരിധി കടമയുണ്ട്. അത് ചെയ്യും, അതിനുള്ള നടപടി നടത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അറേബ്യയിലെ അബുദാബിയിലെ ബിഷപ്പ് അതിനകത്ത് ഇടപെട്ടതാണ്. മാത്രമല്ല ഇതിന്റെ ബന്ധപ്പെട്ട സന്യാസ സമൂഹങ്ങളും അതൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ നടത്തുന്നതിന്റെ ഒരു അർത്ഥമുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ ജീവന് വലിയ വില കൊടുക്കുമ്പോഴും ഈ ശബ്ദത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു വിലപേശലിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അദ്ദേഹത്തിന് പകരമായിട്ട് എന്താണ് ഈ അദ്ദേഹത്തെ തടവിലാക്കിയവർ ആവശ്യപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല. ആ കാര്യത്തിൽ കുറച്ചുകൂടി തീക്ഷ്ണത ഉണ്ടാക്കാനും തീവ്രത ഉണ്ടാക്കാനും വേണ്ടി കൂടിയാണ് ഇപ്പൊ ഈ അദ്ദേഹത്തിന്റെ സംഭാഷണം കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്കും കൊടുക്കുന്നത്. നമുക്ക് സാധാരണ വിധത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കുമ്പോഴും എന്താണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും എന്ത് പണമായാലും എന്ത് കൊടുത്തു അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിന് ബന്ധപ്പെട്ടവർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവിടെയാണ് ഫാദർ സാധാരണ നമ്മൾ കാണുന്നത് പോലെ ജീവഹാനി വരുത്തുന്നത് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫാദറിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നേരത്തെ സംഭവിക്കേണ്ടതായിരുന്നു. താങ്കൾ
പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു ജീവൻ മുന്നിൽ വെച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഈ വിധത്തിലുള്ള ഒരു വ്യക്തിയുടെ ജീവൻ മുൻപിൽ വെച്ചുകൊണ്ട് നമുക്ക് എത്ര നാൾ ഇങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗവൺമെന്റും ഇന്ത്യയിലെ ഗവൺമെന്റ് ശ്രമിച്ചു എന്ന വാർത്തകളാണ് ഗവൺമെന്റ് തന്നെ പറഞ്ഞത്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന്, അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തവരെ പിടിച്ചു എന്നുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നമ്മൾ കേട്ടത്. ഇതൊക്കെ കേൾക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വിടുതൽ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് 2-3 പ്രാവശ്യം ഇവിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. പക്ഷെ ഇത് ഉണ്ടായിട്ടില്ല. എന്താണ് ഇതിന് തടസ്സമാകുന്നത് എന്നത് ഗൗരവമായ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ കുറച്ചുകൂടി ഗൗരവമുള്ളവരാക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ ടേപ്പ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ ബലഹീനമായ സങ്കടകരമായ ശബ്ദത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അവിടെ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ട്രാൻസ്പെറന്റ് ആക്കണം. ഇത് പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന വീഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം പറയുകയാണ്. അതായത് ഞാനൊരു ഇന്ത്യൻ പ്രീസ്റ്റ് ആയതുകൊണ്ടാണോ ഇങ്ങനെയെന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാകാം, അല്ലാതെയും ആകാം. പക്ഷേ അവിടെ നമ്മൾ ഇടപെടലുകൾ എത്രത്തോളം ശക്തമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ അവർ മറ്റെന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി സുതാര്യത വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് സുതാര്യത ഒരു പരിധി കൂടുതൽ ഉണ്ടാക്കാനാകില്ല. കാരണം അദ്ദേഹം അവരുടെ പിടിയിലാണ്. ഏത് നേരത്ത് ഏത് കാര്യം പറഞ്ഞാലും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകും. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നവർ കൃത്യമായ കാര്യങ്ങൾ പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിനാണ് ഏറ്റവും വലിയ മൂല്യം കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല. പക്ഷെ അതിന് അവർ വയ്ക്കുന്ന ഡിമാൻഡുകളെ കുറിച്ചും അതിനാവശ്യപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നില്ല എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. വളരെ നന്ദി ഫാദർ, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. സിജുവിലേക്ക് ഏതായാലും ഫാദർ ടോം ഉഴുന്നാലിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോയ ശേഷം തിരികെ എത്താം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. I am Father Tommy George, also known as Father Tom, from India, from the Kerala state of India. I work as priest in Eden Church for the past few years. Because I was working for the Christian religion in the church, I was kidnapped in the month of March. Several months have gone by, and my captors have made many contacts with the government of India to get me released. Dear and Honorable President and Prime Minister of India, I am very sad that nothing has been done seriously in my regard. Reports have been in the news that everything is being done to get me released quickly, but in reality, nothing seemed to have happened. I am very sad and depressed. I request also my fellow Christians in India, the bishops and priests, to do their might to help me get released and thus to save my life. My dear fellow Christian people, I, as the priest, work in Yemen and was kidnapped. Nothing has been done by Pope Francis nor by the Bishop of Abu Dhabi to get me released, in spite of contacts being made by my captors. I am sad that this is the situation. If I were a European priest, I would have been taken more seriously by authorities and people and would have got me released. I am from India and therefore ഇപ്പോൾ ഫാദർ സ്ലീബ കാട്ടുമങ്ങാട് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഫാദർ, ഇതിപ്പോൾ
ടോം എഴുന്നാലിനെ ഈ വിധത്തിൽ തട്ടിക്കൊണ്ടു പോയിട്ട് ഏതാണ്ട് ഒരു വർഷമാകാൻ പോകുന്നു. നമുക്കറിയാം നേരത്തെ ഇപ്പോൾ IS-ന്റെ ശൈലിയാണ് എങ്കിലും നരഹത്യ അടക്കമുള്ള കാര്യങ്ങളാണ് അവർ ശീലിച്ചിട്ടുള്ളത്. ഈയൊരു അവസ്ഥയിലാണ് വളരെ പ്രാകൃത കോലത്തോടുകൂടി ഇപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോ സന്ദേശത്തിൽ ഫാദർ ടോം എഴുന്നാലിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. തുടർച്ചയായി നമുക്ക് ഇവിടെ നിന്നും ഒന്നും ചെയ്യുന്നില്ല, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത്. ഫാദർ ഫാദർ, ഈ ഒരു അവസരത്തിൽ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഇടപെടേണ്ടതിന്റെ ആവശ്യകത കൂടിയല്ലേ ഇത്? ഹലോ ഫാദർ, കേൾക്കാമെന്ന് കരുതുന്നു. ഞാൻ ടോം പുളിനാലിന്റെ ആരോഗ്യനില മോശമായി എന്നുള്ള വാർത്ത ഇപ്പോൾ വന്ന നിലയ്ക്ക് എത്രയും വേഗം ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും അതിൽ ഇടപെടേണ്ടതാണ്. ഇന്ത്യ ഗവൺമെന്റ് ഇടപെടാൻ തക്കവണ്ണം കേരള ഗവൺമെന്റ് അതിൽ വേണ്ട പോലെ പ്രസ് ചെയ്താൽ ക്രൈസ്തവ സഭകളിലേക്കുള്ള പീഡനങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് വൈദികന്റെ ശാരീരികമായ ക്ഷീണം മനസ്സിലാക്കി ഇപ്പൊ മരിച്ചിട്ടില്ല എന്നുള്ളതായത് തന്നെ ഏറ്റവും ഭാഗ്യമായി കാണുകയും അദ്ദേഹത്തിന്റെ ശാരീരികമായ ആരോഗ്യത്തിനായി എത്രയും വേഗം ഗവൺമെന്റ് ഇടപെടുകയും ചെയ്യണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഫാദർ സ്ലീവ കാട്ടുവങ്ങാട്, ഇസ്രായേലിൽ നിന്ന്. ഫാദർ ടോം എഴുന്നാലിന്റെ ആരോഗ്യസ്ഥിതിയും അതീവ ഗൗരവമായി തുടരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. സിജു ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. സിജു, നേരത്തെ അല്പം മുമ്പ് നമ്മുടെ ഫാദർ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതായത് ഈ ഒരു വീഡിയോ സന്ദേശം അതിന്റെ ലക്ഷ്യം എന്നൊരു വിഷയം കൂടിയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ IS-ന്റെ ശൈലിയിലായാലും ആദ്യം മുതൽക്ക് തന്നെ പല ഘട്ടത്തിൽ ഫാദർ ടോം എഴുന്നാലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെട്ട ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയോ അവർ ഡിമാൻഡ് ചെയ്യുന്നു എന്നൊരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ കാര്യക്ഷമമായ ഒരു ഇടപെടലോ അതിനും അപ്പുറത്തേക്ക് ഉള്ള ചില നീക്കങ്ങളോ തന്ത്രപരമായ ചില നീക്കങ്ങളോ ഒക്കെ വേണ്ടേ ഇത്തരക്കാരെ തുരത്താനായി? സൗമ്യ, ഇതിൽ കേന്ദ്ര സർക്കാരാണ്, കാരണം മറ്റൊരു രാജ്യത്ത് നടക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരാണ് ഇതിനകത്ത് നിലപാട് വ്യക്തമാക്കേണ്ടതും. അല്ലെങ്കിൽ നേരത്തെ ഫാദർ പോൾ തേലക്കാട്ട് ആവശ്യപ്പെട്ടതുപോലെ എന്ത് റാൻസം ഒരുപക്ഷെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലിനൊക്കെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന രീതികളുണ്ട്. അത്തരത്തിൽ എന്താണ് ഈ ഫാദർ ടോം എഴുന്നാലിന്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല 8 മാസം, അതായത് മാർച്ച് 4-ന് തട്ടിക്കൊണ്ടുപോയപ്പെട്ട ഫാദർ ടോം എഴുന്നാലിനെ 8 മാസത്തിന് ശേഷം പോലും ഒരു യാതൊരു വിധത്തിലുള്ള ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത് സ്ഥിതി വളരെ ഗുരുതരമാണ്. ഇതിനകത്ത് മറ്റൊരു വിഷയം, ക്രിസ്തീയ സഭകൾ, അതായത് മാർപ്പാപ്പ അടക്കമുള്ളവർ ഇതിനകത്ത് ഇടപെടണമെന്നാണ് ഫാദർ ടോം എഴുന്നാലിൽ ഇപ്പോൾ വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മറ്റ് സഭകളടക്കം ഇത്തരത്തിൽ ഇടപെട്ടിട്ടില്ല? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ വിലയിരുത്തപ്പെടേണ്ടി വരും. ഏതായാലും ഒരു മനുഷ്യൻ, അതായത് അത് ഒരുപക്ഷെ ക്രിസ്തീയ പുരോഹിതനാകാം, എന്ത് വിഷയങ്ങൾ ആയിക്കോട്ടെ, അതിന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ തൻ്റെ ജീവന് വേണ്ടി കേഴുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ കഴിയുന്നത്. തൻ്റെ ജീവൻ വളരെ അപകടത്തിലാണ്. ഇന്ത്യൻ പ്രസിഡന്റിനോട് അദ്ദേഹം കേണപേക്ഷിക്കുന്നു, പ്രധാനമന്ത്രിയോട് കേണപേക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ പോപ്പ് ഫ്രാൻസിസിനോട് കേണപേക്ഷിക്കുന്നു. ഇത്തരത്തിൽ തനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഒരു ഇന്ത്യക്കാരൻ, അതായത് ഒരു മനുഷ്യൻ പറയുകയാണ് താൻ ഇന്ത്യക്കാരനായി പോയതുകൊണ്ട് അതിൽ താൻ ദുഃഖിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. വല്ല യൂറോപ്പിൽ അതിന് തന്നെ ഉദാഹരണം എടുത്ത് പറയുന്നതിന്, കഴിഞ്ഞ വർഷം ഒരു യൂറോപ്യനായ ഒരു മാധ്യമപ്രവർത്തകനെ IS ഭീകരർ തട്ടിക്കൊണ്ടുപോകാൻ അതിനുവേണ്ടി ക്രൈസ്തവ സഭകളും അതോടൊപ്പം തന്നെ ഇടപെട്ടതിന്റെ ഒരു ചരിത്രം, അങ്ങനെ മോചിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം പരിശോധിക്കുമ്പോൾ ഫാദർ ടോം എഴുന്നാലിന്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലുകൾ നടത്തുമ്പോൾ ഒന്നുകിൽ ഈ തട്ടിക്കൊണ്ടുപോകുന്ന ആളെ വധിക്കുന്ന അടക്കമുള്ള കിരാതമായ ക്രൂരമായ പ്രവൃത്തികളാണ് IS-ഉം അതോടൊപ്പം തന്നെ അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ ഫാദർ ടോം എഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത് അൽ-ഖ്വയ്ദയുടെ യമൻ വെർഷൻ ആണോ അതോ IS ആണോ എന്ന് സംബന്ധിച്ച് പോലും ഒരു വ്യക്തത വരുത്താൻ ഇതുവരെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് ഫാദർ ടോം എഴുന്നാലിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മാത്രമാണ് കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചത്. പക്ഷേ അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമങ്ങൾ നടത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള വ്യക്തമാക്കലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അന്ന് തന്നെ മാർച്ച് 4-ന് തട്ടിക്കൊണ്ടുപോകുമ്പോൾ മിഷണറീസ് ചാരിറ്റി എന്ന് പറയുന്ന സംഘടന നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിന്റെ നടത്തിപ്പുകാരനായിരുന്നു ഫാദർ ടോം എഴുന്നാലിൽ. ഫാദർ ടോം എഴുന്നാലിനോടൊപ്പം ഉണ്ടായിരുന്ന 4 കന്യാസ്ത്രീകൾ, ഇന്ത്യക്കാരായ 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ
16 പേരെ ഈ തട്ടിക്കൊണ്ടുപോയവർ അന്ന് വധിച്ചിരുന്നു. അന്ന് മാത്രമല്ല അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം, അതായത് ജൂലൈ മാസത്തിൽ ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഉൾപ്പെട്ട 3 പേരെ അറസ്റ്റ് ചെയ്തതായ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ സംബന്ധിച്ച് സ്ഥിരീകരണങ്ങളൊന്നുമില്ല. ഏതായാലും സ്ഥിതി വളരെ ഗുരുതരമായിരിക്കുകയാണ്. ഇതിൽ വലിയ രീതിയിലുള്ള ശക്തമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു പക്ഷേ ഇതൊരു അന്താരാഷ്ട്ര വിഷയമായി തന്നെ പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് പോപ്പ് ഫ്രാൻസിസിനോട് കൂടിയാണ് തന്നെ രക്ഷിക്കാൻ. പോപ്പ് ഫ്രാൻസിസും അതോടൊപ്പം തന്നെ സമാന മനസ്കരായ ക്രൈസ്തവ സഭകളും ഇടപെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു അന്താരാഷ്ട്ര വിഷയമായി തന്നെ പരിഗണിച്ച് ഒരുപക്ഷെ ഇന്ത്യ അത്തരത്തിലൊരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം 2015 മുതൽ യമൻ ആഭ്യന്തര യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അന്ന് യമനിൽ അകപ്പെട്ട മലയാളി നഴ്സുകളെ അടക്കം രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമങ്ങളുണ്ട്. അതിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കം അജിത് ഡോവൽ അടക്കം ചെന്ന് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ മോചിപ്പിച്ചെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അത്തരത്തിൽ ഒരു ഇടപെടൽ എന്തുകൊണ്ട് ഫാദർ ടോം ഉഴുന്നാലിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത രാജ്യത്ത് തന്നെയുള്ള ക്രൈസ്തവ സഭകളുടെ നിലപാടിനെ സംബന്ധിച്ചാണ്. ഇത് അത്തരത്തിലൊരു സമ്മർദ്ദം ക്രൈസ്തവ സഭകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു മനുഷ്യൻ ആ ജീവന് വേണ്ടി യാചിക്കുന്ന ഒരു ദൃശ്യം, അദ്ദേഹത്തിന് പറയുന്നു, ഈ അവസ്ഥയിൽ ഞാൻ വളരെ ദുഃഖിതനാണ്, ഇന്ത്യക്കാരനായതുകൊണ്ട് ഞാൻ ലജ്ജിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ജീവൻ ഇങ്ങനെ അപകടത്തിലായിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഏകദേശം 8 മാസത്തിന് ശേഷം, 4 മാസത്തിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം യൂട്യൂബിൽ വീഡിയോയിലൂടെ അദ്ദേഹം ലോകത്തോട് പറയാനുള്ളത്, ഇന്ത്യയോട് പറയാനുള്ളത്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടും രാഷ്ട്രപതിയോടും പറയാനുള്ളത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ജീവൻ, അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത്ര മാത്രമാണ്, എൻ്റെ ജീവൻ അപകടത്തിലാണ്, എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇടപെടലുകൾ എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണം. അതോടൊപ്പം തന്നെ മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് ഇത്തരത്തിൽ ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ അടക്കം ഇതൊരു വലിയ വാർത്തയായി വന്ന ഒരു സാഹചര്യത്തിലും ഇത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഒരു നിലപാടുകളിലേക്ക് പോകും എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് സംസ്ഥാനത്ത് തന്നെയല്ല, രാജ്യത്ത് ഇത് ഒരുപക്ഷെ BJP, രാജ്യം ഭരിക്കുന്ന BJP അവരുടെ നേതൃത്വത്തിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു പുരോഹിതന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കാം അതിനോട് എടുക്കുന്ന കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ഒരു നിസ്സംഗ സമീപനം? അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യാതൊരു നിലപാടും എടുത്തില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ രാജ്യത്തിന്, ഇന്ത്യക്ക് തന്നെ നാണക്കേടിന് സംജാതമാകുന്ന, നാണക്കേടിനിടയാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഏതായാലും ഫാദർ ടോം ഉഴുന്നാൽ വിഷയം വളരെ ഗൗരവത്തിലേക്ക് എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ആരാണ്, ഒരുപക്ഷെ അദ്ദേഹത്തിന് തടങ്കലിരിക്കുമ്പോഴും എങ്ങനെ ഈ വീഡിയോ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ ഈ തടവിലാക്കപ്പെട്ടവർ തന്നെ ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് പുറത്തുവിട്ടതാണോ എന്നതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഫാദർ ടോം ഉഴുന്നാലിനെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കാം. ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയവർ തന്നെ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ഇത്തരം വസ്തുതകൾ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ സർക്കാരിന് പുറത്തുവിടാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ എന്ത് നടപടികളാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളതെന്നറിയാൻ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്തീയ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് ഇത് ഇടപെടൽ നടത്തണമെന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച ഫാദർ സ്ലീബ കാട്ടുമങ്ങാട്ടായാലും അതോടൊപ്പം തന്നെ ഫാദർ പോൾ തേലക്കാട്ടായാലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ദൃശ്യങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകർക്ക് അത് കാണുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. സൗമ്യ, യെസ്, അതിലേക്ക് എത്താം. MA ബേബി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ MA ബേബി, ഇന്നിപ്പോൾ ഈ ഏറ്റവും പുതുതായ ഒരു വീഡിയോ സന്ദേശം വരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് താൻ ഒരു യൂറോപ്യൻ പ്രീസ്റ്റ് ആയിരുന്നെങ്കിൽ ഇതിനു മുൻപേ തന്റെ മോചനത്തിനായി പല ഇടപെടലുകളും ഉണ്ടായിരുന്നേനെ. ഇന്ത്യ ഇടപെട്ടിട്ടില്ല, കേന്ദ്രത്തിൽ നിന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ല, മാർപ്പാപ്പ പോലും ഇടപെട്ടിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ആ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രീ MA ബേബി, ഇതിൽ ഇപ്പോ വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലാണ് മലയാളിയായിട്ടുള്ള ഈ വൈദികൻ. ഏതൊരു മനുഷ്യനും ഇതുപോലെ ഭീകരവാദികളുടെ പിടിയിൽപ്പെട്ട് ജീവന്റെയും മരണത്തിന്റെയും നൂൽപ്പാലത്തിനിടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിന് സമാനമായ അവസ്ഥയിൽ ചെന്നുപെട്ടവർക്ക് മാത്രം ഊഹിക്കാൻ കഴിയുന്നതാണ്. ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കാര്യമായി ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഉള്ളത്. മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളവും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളവും ഇക്കാര്യത്തിൽ ഇടപെടുന്നത്
എങ്ങനെ വേണം എന്നുള്ളത് സഭ തീരുമാനിക്കേണ്ടതാണ്. സഭയ്ക്ക് ഭരണാധികാരമോ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ചർച്ച നടത്താനുള്ള സംവിധാനമോ ഒക്കെ എത്രമാത്രം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉത്തരവാദിത്വം യാതൊരു സംശയവുമില്ലാത്ത വിധം പ്രകടമാണ്. സുഷമ സ്വരാജ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി മുമ്പൊരു ഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ പരാതിപ്പെടുന്നവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന വെറും വാക്കുകളായി പരിണമിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളൊരു വിഷയം ഇപ്പോഴുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും ഗൗരവത്തോടുകൂടി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും നയതന്ത്ര ബന്ധങ്ങളും നയതന്ത്ര ബന്ധങ്ങൾക്ക് പുറമേയുള്ള അനൗപചാരികമായ പല ബന്ധപ്പെടലുകളും ഇതുപോലുള്ള വിഷയങ്ങളിൽ ആവശ്യമാണ്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആദരണീയനായ ഈ പുരോഹിതന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ട പരിശ്രമം ആത്മാർത്ഥമായി ആരംഭിക്കണം. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രത്യേക സെല്ല് തന്നെ തുറക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാൻ. പ്രചാരപൂർവ്വം എന്തെങ്കിലും ചെയ്തൊന്ന് വരുത്തി നിർത്താൻ പോരാ. വളരെ നന്ദി ശ്രീ എം എ ബേബി. അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. തിരികെ സിജുവിലേക്ക് ഞങ്ങളുടെ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സിജു, ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി, പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ സുഷമ സ്വരാജ് അടക്കമുള്ളവർ ഇതിൽ നടപടി എടുക്കുന്നുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഈ വിഷയത്തിൽ പുരോഗതിയൊന്നും കണ്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ വീണ്ടും ഒരുപക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയവരുടെ പ്ലാൻ കൂടിയാകാം ഈ വീഡിയോ സന്ദേശം? അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു വീഡിയോ സന്ദേശം വരുമ്പോൾ അതിന്റെ ഒരു ലക്ഷ്യവും ഒക്കെ സൗമ്യ, ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വ്യക്തത വരുത്താൻ കഴിയാത്ത ഒരു കാര്യം, തട്ടിക്കൊണ്ടുപോയത് IS ഭീകരരാണോ, അൽ ഖ്വയ്ദ ആണോ, അതല്ലെങ്കിൽ യമനിലുള്ള മറ്റേതെങ്കിലും പ്രാദേശിക തീവ്രവാദ സംഘടനയാണോ എന്ന് സംബന്ധിച്ചൊരു വിശദീകരണവും വ്യക്തതയും വരുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞ ഒരു കാര്യം, ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ അദ്ദേഹത്തിനെ മോചിപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു അന്ന് സുഷമ സ്വരാജ് വ്യക്തമാക്കിയത്. അതിനുശേഷം മാസങ്ങൾ പിന്നിട്ടിട്ടും ഫാദർ ടോം ഉഴുന്നാലിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന തരത്തിലുള്ള ഒരു വിശദീകരണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് ഏറ്റവും ഒടുവിലായി ഫാദർ ടോം ഉഴുന്നാലിൽ തന്നെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു പറയുന്നു, തനിക്ക് അവസരം, തന്റെ ജീവൻ അപകടത്തിലാണ്, തന്നെ രക്ഷിക്കാൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭകളും മാർപ്പാപ്പയും അടക്കം ഇടപെടണമെന്നാണ് ഈ വീഡിയോയിലൂടെ ഫാദർ ടോം ഉഴുന്നാലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര സർക്കാരിന് തന്നെ, അതായത് ഒരുപക്ഷെ ലോകരാജ്യങ്ങളിൽ തന്നെ ഈ വാർത്ത ശ്രദ്ധിക്കുകയാണെങ്കിൽ രാജ്യത്തിന് നാണക്കേടുണ്ടാകുന്ന ഒരു അവസ്ഥ, ഒരുപക്ഷെ ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. യൂറോപ്യൻ ആയിരുന്നുവെങ്കിൽ വളരെ നേരത്തെ തന്നെ തന്റെ മോചനം സാധ്യമായേനെ എന്നാണ് ഫാദർ ടോം ഉഴുന്നാലിൽ ഇപ്പോൾ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിന് ഇനിയും ഇക്കാര്യത്തിൽ ഒരു നിരുത്തരവാദപരമോ അല്ലെങ്കിൽ നിസ്സംഗമായ നിലപാട് തുടരാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇടപെടൽ നടത്തി. ഈ വീഡിയോ പുറത്തു വന്നതിന്റെ ഉറവിടത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് ഇനി അറിയേണ്ടതുണ്ട്. കാരണം ഒരുപക്ഷെ ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയവർ തന്നെ ഇദ്ദേഹത്തിന്റെ അവസാന ശ്രമം എന്ന നിലയിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് പുറത്തുവിട്ടതാണോ എന്ന തരത്തിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരം കിട്ടിയപ്പോൾ രഹസ്യ സങ്കേതത്തിൽ വെച്ച് അദ്ദേഹം ഇത്തരത്തിൽ ഷൂട്ട് ചെയ്തതാണോ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും അവസ്ഥകൾ വളരെ ഗുരുതരമാണ്. ഫാദർ ടോം ഉഴുന്നാലിൽ രാജ്യത്തോട് യാചിക്കുകയാണ് തന്നെ രക്ഷിക്കുമെന്ന്. ഇതിന് കേട്ടില്ലെന്ന് നടിക്കാൻ ഒരു സർക്കാരിനും കഴിയുകയില്ല. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഒരു നല്ല ഇടപെടൽ വരും ദിവസങ്ങൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം മലയാളിയായ ഒരു വൈദികനാണ് അദ്ദേഹം. നേരത്തെ യമനിൽ ഏകദേശം 10 വർഷത്തിലധികമായി യമനിൽ അദ്ദേഹം പുരോഹിതനായി ജോലി എടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മാർച്ച് 4-ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട അദ്ദേഹം 8 മാസത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതിരിക്കുന്നതിനേക്കാൾ വലിയൊരു അവസ്ഥ ഇല്ലെന്ന് തന്നെ പറയാം. ഏതായാലും ഇപ്പോൾ അദ്ദേഹം യൂട്യൂബിൽ വീഡിയോയിലൂടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരിക്കുന്നു, താൻ വളരെയധികം നിരാശനും ദുഃഖിതനുമാണ്. ഇന്ത്യക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. ഒരുപക്ഷെ യൂറോപ്യൻകാരനായിരുന്നുവെങ്കിൽ താൻ നേരത്തെ തന്നെ തന്റെ മോചനം സാധ്യമായേനെന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും കേന്ദ്ര സർക്കാർ എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ എടുക്കുന്നതെന്ന് കാത്തിരിക്കേണ്ടതുണ്ട് സൗമ്യ. ഏതായാലും ഏറ്റവും പുതിയ വീഡിയോ സന്ദേശത്തിൽ ഫാദർ ടോം ഉഴുന്നാൽ വളരെ ക്ഷീണിതനായാണ് കാണുന്നത്. താൻ ആരോഗ്യം തീരെ നശിച്ചിരിക്കുന്നു, തനിക്ക് വേണ്ടി യാതൊരു ഇടപെടലും ആരും എടുത്തു കാണുന്നില്ല, താൻ ഒരു ഇന്ത്യൻ പ്രീസ്റ്റ് ആയതുകൊണ്ടാണോ ഇങ്ങനെ, ഒരു യൂറോപ്യൻ ആയിരുന്നുവെങ്കിൽ എന്നൊക്കെയാണ് അദ്ദേഹം ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്.